രാജ്യത്ത് ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങൾ നടക്കുന്നത് കേരളത്തിൽ നിന്ന് കണക്കുകൾ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരമാണ് കേരളത്തിലെ റോഡ് അപകടങ്ങൾ ഗണ്യമായി വർദ്ധിച്ചു വരുന്നതായി സൂചിപ്പിക്കുന്നത്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഏറ്റവും പുതിയ കണക്ക് പ്രകാരമാണ് കേരളത്തിലെ അപകടങ്ങളുടെ ഞെട്ടിക്കുന്ന വിവരം പുറത്തുവരുന്നത്. 2015-ൽ 12,440 റോഡ് അപകടങ്ങളുമായി തിരുവനന്തപുരമാണ് ഏറ്റവും അപകടങ്ങൾ ഉണ്ടാക്കുന്ന പ്രദേശം. വിവരങ്ങളുമായി സുരരാജ് ചേരുന്നുണ്ട് തത്സമയം. സുരരാജ്, പ്രത്യേകിച്ച് ഈ ചിങ്ങത്തിന് പോലും ഏറ്റവും കൂടുതൽ നിരത്തിൽ വാഹനം ഇറങ്ങി എന്ന രീതിയിലൊക്കെ തിരുവനന്തപുരം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഈ ഒരു സാഹചര്യത്തിലൊക്കെയാണ് അപകടങ്ങൾ വർദ്ധിക്കുന്ന ഈ ഒരു കണക്ക് കൂടി പുറത്തു വരുന്നത്. എങ്ങനെയാണ് ആ വിവരങ്ങൾ? സൗമ്യ, കേരളത്തിലെ റോഡ് സുരക്ഷയെ സംബന്ധിച്ച് വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്ന കണക്കുകളാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ടിരിക്കുന്നത്. രാജ്യത്ത് ആകെ 10% മാത്രമാണ്, രാജ്യത്ത് ഉള്ള വണ്ടികളുടെ ആകെ 10% മാത്രമാണ് കേരളത്തിൽ ഉള്ളത്. പക്ഷേ കേരളമാണ് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്ന സംസ്ഥാനം എന്ന കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് പല കാരണങ്ങളുണ്ട്. പ്രധാന കാരണം എന്ന് പറയുന്നത് ട്രാഫിക് നിയമലംഘനങ്ങൾ പാലിക്കുന്നതിലുള്ള പ്രശ്നം, പാലിക്കാതിരിക്കുന്ന വിഷയം കൂടി ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. മറ്റൊരു കാരണം റോഡുകളുടെ ദൈർഘ്യമില്ലായ്മ, റോഡുകളുടെ ചെറിയ റോഡുകൾ, സൗകര്യമില്ലാത്ത റോഡുകൾ തുടങ്ങിയ പ്രശ്നങ്ങളും ഇതേ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നമുക്കിതിൽ കണക്കുകൾ പരിശോധിച്ചാൽ രാജ്യത്ത് ആകെ ഉള്ള പട്ടണങ്ങളിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന 3 പട്ടണങ്ങൾ നമ്മുടെ സംസ്ഥാനത്താണ്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ 2015-ലെ കണക്ക് പ്രകാരം 12,444 റോഡ് അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. എല്ലാ തരത്തിലുള്ള അപകടങ്ങളും പെടും. തൊട്ടുപുറകിൽ തന്നെയുള്ളത് കൊച്ചി നഗരമാണ്. 10,502 അപകടങ്ങളാണ് കൊച്ചിയിൽ നടന്നത്. തൊട്ടുപുറകിൽ തൃശ്ശൂർ 8,068 അപകടങ്ങളുമായി 3-ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഇങ്ങനെ ആദ്യ 3 സ്ഥാനങ്ങളിൽ നിൽക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ 3 നഗരങ്ങളാണ്. ഈ കണക്കുകളുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ദില്ലിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തിൽ ആകെയുള്ള വാഹനങ്ങളുടെ അതിനേക്കാൾ കൂടുതൽ വാഹനങ്ങൾ ദില്ലിയിൽ മാത്രം ഉണ്ട്. പക്ഷേ അവിടെ 2015-ൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള അപകടങ്ങൾ എന്ന് പറയുന്നത് 7,411 അപകടങ്ങൾ മാത്രമാണ്. മറ്റൊരു കാര്യം എന്നത് പ്രായപൂർത്തിയാകാത്ത ഡ്രൈവർമാർ വരുത്തുന്ന അപകടങ്ങളുടെ കാര്യത്തിലും കേരളം തന്നെയാണ് മുന്നിൽ. ഏകദേശം രാജ്യത്ത് നടക്കുന്ന പ്രായപൂർത്തിയാകാത്തവർ വരുത്തുന്ന അപകടങ്ങളിൽ 1/3 കേരളീയരാണ് വരുത്തുന്നത്. അതിൻ്റെ കണക്കുകൾ ഇപ്രകാരമാണ്. 2015-ൽ 1,538 ഇത്തരം അപകടങ്ങളാണ് രാജ്യത്ത് നടന്നത്. അതിൽ 500-ലധികം പേർ കേരളത്തിലാണ് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത. ഇതിൽ ഋഷിരാജ് സിംഗ്, മുൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരുന്ന ഋഷിരാജ് സിംഗ് പറയുന്ന ഒരു അഭിപ്രായം നമ്മുടെ സംസ്ഥാനത്തെ റോഡിൻ്റെ പ്രശ്നം തന്നെയാണ്. റോഡ് വൃത്തിയുള്ള റോഡുകളില്ല, വീതി കൂടിയ റോഡുകളില്ല. നഗരങ്ങളിൽ മാത്രമാണ് അല്പം കൊള്ളാവുന്ന റോഡുകളുള്ളത്. ഈ റോഡിൻ്റെ പരിമിതി തന്നെയാണ് അപകടങ്ങൾക്ക് പ്രധാനമായ ഒരു കാരണമായി ഋഷിരാജ് സിംഗ് ചൂണ്ടിക്കാട്ടുന്നത്. ഇങ്ങനെ കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് കേരളത്തിൻ്റെ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സൗമ്യ, ഒരുപക്ഷെ നമ്മൾ കണ്ടതാണ് പലയിടത്തും അപകടങ്ങൾ സംഭവിക്കുമ്പോൾ അതിൽ പരിശോധിച്ചാൽ മനസ്സിലാകാം. നമുക്കറിയാം, നമ്മുടെ കൈരളി ജീവനക്കാരൻ്റെ അമ്മ ഇവിടെ കിഴക്കേക്കോട്ടയിൽ ബസ് ഇടിച്ച് മരിച്ചതൊക്കെ തന്നെയും അവിടെ അപ്രായോഗികമായ ഈ ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതിനകത്ത്, അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതിനകത്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു. ഒരുപക്ഷെ ഇപ്പോൾ കൊച്ചിയിലെ കാര്യം എടുത്താലും കാലാകാലങ്ങളായി കൊച്ചിയിലെ ട്രാഫിക് ജാമുകൾ ഒരുപക്ഷെ പുരോഗമനം ഓരോ പുരോഗമനം വരുമ്പോഴും അവിടെ ട്രാഫിക് ജാം കൂടുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ കൂടുന്ന അവസ്ഥയാണുള്ളത്. ഒരുപക്ഷെ പരിഹരിക്കപ്പെടാവുന്ന തരത്തിലേക്ക് ഉള്ള ഇടപെടൽ വരാത്തത് കൂടി ഒരു പ്രശ്നമല്ലേ? അപ്രായോഗികമായ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടിയല്ലേ അപകടത്തിലേക്ക് നയിക്കുന്നത്? തീർച്ചയായും സൗമ്യ, ഇക്കാര്യത്തിൽ റോഡ് അപകടങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ ഇതൊരു സവിശേഷ സാഹചര്യമാണ്. കേരളം ഗ്രാമ നഗര വ്യത്യാസം ഇല്ല എന്ന് തന്നെ പറയാവുന്ന, മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഗ്രാമ നഗര വ്യത്യാസം ഇല്ല എന്ന് തന്നെ പറയാവുന്ന ഒരു സംസ്ഥാനമാണ്. കേരളത്തിൻ്റെ മൊത്തം 3-3.5 കോടി ജനങ്ങളാണ് ഉള്ളത് എങ്കിലും 1 കോടിയോളം വാഹനങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്ക്. ഏകദേശം 3-ൽ 1 വാഹനമുണ്ട് എന്നുള്ളതാണ്. അതിൽ തന്നെ നഗരങ്ങളുടെ കണക്കിലെടുത്താൽ നഗരങ്ങളിൽ ഒരു കുടുംബത്തിൽ തന്നെ 2-ലധികം വാഹനങ്ങളുള്ള കുടുംബങ്ങളും ഉണ്ട്. ഇങ്ങനെ വാഹനങ്ങളുടെ എണ്ണം അനുദിനം പെരുകുന്ന ഒരവസ്ഥ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു വിസ്തൃതി റോഡിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല, നല്ല റോഡുകൾ ഉണ്ടാകുന്നില്ല. അതിന് പല പ്രശ്നങ്ങളുണ്ട്. സ്ഥല പരിമിതിയുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ ഗ്രാമ നഗര വ്യത്യാസമില്ലാത്ത ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ റോഡ് വികസനം വലിയൊരു തടസ്സമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നഗരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുതന്നെയാണ്. നഗരങ്ങളിലുള്ള ജനസംഖ്യയെ അടിസ്ഥാനപ്പെടുത്തിയോ വാഹനങ്ങളുടെ എണ്ണം അടിസ്ഥാനപ്പെടുത്തിയോ ഉള്ള ഒരു കണക്ക് നോക്കുമ്പോൾ
റോഡുകളുടെ വിസ്തൃതി അതിനനുസരിച്ച് ഇല്ല എന്നുള്ളതും ഒരു പ്രശ്നമാണ്. മറ്റൊരു പ്രശ്നം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ഡ്രൈവർമാർ തന്നെ പാലിക്കേണ്ട ചില ട്രാഫിക് നിയമങ്ങൾ അത് കൃത്യമായി പാലിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. അത് അധികാരികൾ അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാര്യം കൂടിയാണെങ്കിലും അവരവർ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ഡ്രൈവർമാർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ റാഷ് ഡ്രൈവിംഗ് കേസിലും അതുപോലെ തന്നെ പ്രായപൂർത്തിയാകാത്ത ആളുകൾ വരുത്തിവെക്കുന്ന അപകടങ്ങളുടെ കണക്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉദാഹരണം നമുക്കറിയാം, മുൻപ് വാർത്തകളിൽ ഇടം നേടിയ ഒരു കാര്യമാണ് ഫെരാരി കാർ തൻ്റെ മകനെ കൊണ്ട് ഓടിച്ച് ഒരു രക്ഷിതാവ് കേസിന് ഇടയാകേണ്ടി വന്ന ഒരു സാഹചര്യം. അത്തരത്തിൽ പ്രായപൂർത്തിയാകാത്ത ആളുകൾക്ക് വണ്ടി കൊടുത്ത് ഈ നഗരത്തിലൂടെ ചീറിപ്പായുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ട്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചത് കൂടുതലാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പിന്നെ നേരത്തെ സൗമ്യ സൂചിപ്പിച്ചതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് നഗര വികസനത്തിൽ കൃത്യമായ ഒരു ആസൂത്രണം റോഡുകളുടെ കാര്യത്തിലും ട്രാഫിക് നിയമങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിലും ഇല്ല എന്നുള്ളതും ഈ അപകടങ്ങളിൽ കേരളം ഒന്നാം സ്ഥാനത്ത് എത്തിക്കുന്നതിൽ ഇടയായിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. സൗമ്യ, ഞാൻ തിരികെ എത്താം. ശ്രീ ചാക്കുണ്ണി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേർന്നുണ്ട്. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന കണക്കുകൾ ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കണക്കുകൾ പുതുമയുള്ളതായിരിക്കില്ല. പക്ഷേ ഇതൊരു കൃത്യമായ കണക്കുകൾ അപകടങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന രീതിയിൽ പ്രസക്തമാണ്. പ്രത്യേകിച്ച് ഈ റോഡ് സുരക്ഷയൊക്കെ വലിയ ചർച്ചയാകുന്ന ഈ ഒരു ഘട്ടത്തിലും ഇത് എനിക്ക് തോന്നുന്നു ഒറ്റ ഒരു നടപടി കൊണ്ടോ പരിഹരിക്കാവുന്ന വിഷയമല്ല. പക്ഷേ വലിയ മുന്നൊരുക്കത്തോടു കൂടി നമ്മൾ ഈ വിഷയത്തെ അഭിമുഖീകരിക്കേണ്ടതുമുണ്ട്. ഏറ്റവും കൂടുതൽ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങൾ നടക്കുന്നത് കേരളത്തിൽ എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ശ്രീ ചാക്കുണ്ണി, നമ്മൾ കേരളത്തിൽ മാത്രമാണ് ദേശീയതലത്തിലാണ് ഒന്നാം സ്ഥാനം. ഇങ്ങനെ പോവുകയാണെങ്കിൽ, ഇങ്ങനെ അനാസ്ഥയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അന്തർദേശീയ തലത്തിലും ആഗോള തലത്തിലും ഒന്നാം സ്ഥാനത്ത് കേരളം എത്തുന്ന സമയം വിദൂരമല്ല. ഇവിടെ എങ്ങനെ നിയമം ലംഘിക്കാമെന്നാണ് എല്ലാവരും, ഇതിൽ ഒരാൾ പങ്കാളി, ഒരാളെ മാറ്റി നിർത്താനില്ല. എല്ലാവരും ഒരുപോലെ ഈ കാര്യത്തിൽ പങ്കാളികളാണ്. ഇതിന് ശാസ്ത്രമായ ഒരു പരിഹാരം കാണാൻ ആരും മുന്നോട്ട് വരുന്നില്ല. വാഹനങ്ങൾ നികുതി ഉൾപ്പെടെയുള്ള കോടികൾ വരുമാനം ലഭിക്കുന്ന സർക്കാർ അതിന്റെ 10% പോലും റോഡുകൾ വികസിക്കുന്ന കാര്യത്തിൽ എടുക്കുന്നില്ല. ഇവിടെ റോഡ് വികസനം നടക്കുന്നില്ല. ജനങ്ങളുടെ മനവും മാറുന്നുണ്ട്. ഈ കാര്യത്തിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കാൻ ഈ പുതിയ ഗവൺമെന്റ് തയ്യാറാവുമെന്ന് എന്റെ വിശ്വാസം. ബഹുമാനപ്പെട്ട പിണറായി സാറ് ആ കാര്യത്തിൽ വളരെ ബോധവാനാണ്. മുന്നോട്ട് വരുന്ന പൊസിഷൻ അങ്ങനെ നമ്മൾ ചെയ്തില്ലെങ്കിൽ ഇന്ന് നമുക്കുള്ള മാർക്ക് ദേശീയത്തിൽ ഒന്നാം സ്ഥാനത്തിൽ ആഗോളത്തിൽ ഒന്നാം സ്ഥാനത്തുന്ന കാര്യം വിദൂരമല്ല. ഇപ്പൊ അതിന് തുടർച്ചയായിട്ട് ആ പ്രശ്നങ്ങൾ കൂടാനുള്ള കാര്യങ്ങൾ അപ്പൊ നടന്നുകൊണ്ടിരിക്കണം. ഇപ്പൊ കരുകുറ്റി സംഭവം തന്നെ റോഡ് ഗതാഗതം ഇനി വരാൻ പോവുക. ഇതിനെ പറ്റിയിട്ട് വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല. അവിടെയാണ് ശ്രീ ചാക്കുണ്ണി ഒരുപക്ഷെ കറുകുറ്റി സംഭവം വലിയ ഒരു അലംഭാവത്തിന്റെ ഒക്കെ അല്ലെങ്കിൽ ഇങ്ങനെ മതി കാര്യങ്ങൾ എന്നൊക്കെ ചിന്തിച്ചതിന്റെ ഒക്കെ പ്രശ്നമാണ്. ഇപ്പോൾ നമ്മുടെ തലസ്ഥാന നഗരിയിലെ കാര്യമാണ്, കേന്ദ്ര റെയിൽവേയുടെ ചിറ്റമ്മ നയത്തിന്റെ കാര്യമാണ്, യഥാസമയം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ അവതരിപ്പിക്കാത്തതിന്റെ കാര്യങ്ങളാണ്. നമ്മൾ ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ടു. ഇവിടെ നമ്മൾ മോണോ റെയിൽ അതിവേഗ പാതന്നൊക്കെ പറഞ്ഞ് നടന്നെങ്കിലും കൂടി ആ കാര്യം നമ്മൾ തമിഴ്നാടിന്റെ മാതൃകയാക്കിയിട്ട് കുറെ ഫ്ലൈ ഓവറുകളും ബൈപ്പാസുകളും അടിപ്പാടുകൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു പരിധി വരെ ഇത് ലഘൂകരിക്കുകയായിരുന്നു. ഇതിൽ കാര്യമായ ചർച്ചകളോ മറ്റു കാര്യങ്ങളോ നടക്കുന്നില്ല. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ട്. അടിയന്തരമായി ബന്ധപ്പെട്ട ഒരു യോഗം എടുത്തതിന് അടിയന്തര പരിഹാരം കണ്ടില്ലെങ്കിൽ വളരെ രൂക്ഷമാകുമ്പോൾ ജോലിക്ക് സമയത്ത് എത്താൻ പറ്റാത്തൊരവസ്ഥയിലെത്തിയിട്ടുണ്ട്. ഫ്ലൈറ്റ് മിസ്സാവുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഗതാഗതക്കുരുക്ക് ഇതിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് അടിയന്തര നടപടികൾ യുദ്ധകാലാവസ്ഥ ഏറ്റവും മുൻഗണന കൊടുത്തിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ കാര്യം വളരെ കഷ്ടത്തിലേക്കാണ് കേരളത്തിന്റെ കാര്യങ്ങൾ പോകുന്നത്. ഇവിടേക്ക് തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരു ലോറി പോലും വിളിക്കാൻ വരാത്ത സാഹചര്യമാണ്. ഇവിടെ പാർക്കിംഗ് സ്ഥലമില്ല. അതുപോലെ പൊതുഗതാഗതം ഇനി എത്ര മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ഈ കാര്യത്തിൽ ഫലപ്രദമായ നടപടി നമ്മൾ ഒരു 10 കൊല്ലത്തേക്കും ദീർഘകാല അടിച്ചത് കൂടി നമ്മൾ നടപ്പാക്കിയില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ വളരെ അപകടത്തിലേക്കാണ്. എന്ത് നല്ല കാര്യങ്ങൾ വരുമ്പോൾ അതിനെ എതിർക്കുന്ന ഒരു വിഭാഗമുണ്ട്. കേവലം 25 ആൾ കൂടി ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് 20 ജനങ്ങളുടെ സൗകര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഇല്ലാതാക്കുന്നത്. ഇപ്പൊ 4 വരി പാത നമ്മുടെ ദേശീയപാത 40 വരിയാക്കുന്ന കാര്യത്തിലാണെങ്കിലും മറ്റെല്ലാ കാര്യത്തിലാണെങ്കിലും നമ്മൾ എങ്ങനെ അനാസ്ഥ തുടർന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിലാവും. റോബോട്ട് ആടങ്ങൾ കൂടി തിരിച്ചു വരുമെന്ന് പറഞ്ഞ് നമുക്ക് ആർക്കും യാത്ര ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണുള്ളത്. അതിന്റെ 10 മടങ്ങ് ആക്കം കൂട്ടുന്ന സംഭവങ്ങളാണ് ഇപ്പൊ ഈ റെയിൽവേകളെ കൊണ്ടുണ്ടായിരിക്കുന്നത്, ഞെട്ടിക്കുന്നവരങ്ങളുണ്ടായിരിക്കുന്നത്. റെയിൽ ഗതാഗതം കൊണ്ട് എന്ത് പോരാളുണ്ടെങ്കിലും ഇത്രയും നമ്മൾ അപകടം കൊണ്ട കാര്യം റെയിൽ ഇതിനോടാണ്. ആ സൗകര്യം തന്നെ ഇല്ലാതാവുന്ന അവസ്ഥയിലുള്ളത്. ഇതിന്റെ ദുരിതം നമുക്ക് ഇപ്പൊ പലർക്കും ഇങ്ങോട്ട് വരാൻ പറ്റാത്ത സാഹചര്യമുള്ളത്.
ഒരുപക്ഷെ ശ്രീ ചാക്കുണി, നമുക്കറിയാം ഓരോ രാജ്യങ്ങളും അവർ കൂടുതൽ വികസിക്കുന്തോറും പ്രത്യേകിച്ച് ഈ ഗതാഗതത്തിന്റെ കാര്യത്തിലായാലൊക്കെ തന്നെയും കൂടുതൽ മാതൃകാപരമായൊക്കെ അവരുടെ റോഡുകൾ മാറുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഒരുപാട് വികസനത്തിൽ ഒരുപാട് മുന്നിലാണ്, ട്രിവാൻഡ്രത്തിന്റെ കാര്യത്തിലായാലും എന്നിട്ട് കൊച്ചിക്ക് കാര്യത്തിലായാലും ഒക്കെ തന്നെയും. പക്ഷേ കൊച്ചിയൊക്കെ ഇനിയൊരു വികസനം കൊണ്ടുചെല്ലാനാവാത്ത വിധം അവിടെ റോഡുകളെല്ലാം ട്രാഫിക് ജാമാണ്. ഈ ഓഫീസ് ടൈമിൽ നിന്നും അങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. ഒരു ആംബുലൻസിന് പോലും കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. ഇത് ഒരു വലിയ ഒരു പരസ്പര സഹകരണത്തോടെ ഒക്കെ തന്നെയും പരിഹരിക്കേണ്ട വിഷയമല്ലേ? നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അടിയന്തരമായി ഒരു ഇടപെടൽ നടത്തണം, എന്നാൽ അടിയന്തരമായി ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലും കൂടിയല്ലേ? ഒരു പ്രത്യേക ഒരു വിഷയം അവതരിപ്പിക്കാൻ അനുവദിക്കണം. നമ്മൾ ഗതാഗതക്കുരുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം അങ്ങാടിപ്പുറത്ത് റെയിൽവേ ഓവർബ്രിഡ്ജ് പണിതത്. ഒരുപാട് എതിർപ്പുള്ളതാണ് കഴിഞ്ഞിട്ട് ആ ഓവർബ്രിഡ്ജ് വന്നപ്പോ അന്ന് 15 മിനിറ്റ് ഗതാഗതക്കുരുക്കൾ ഇന്ന് 2 മണിക്കൂറായി മാറിയിരിക്കുക. കാരണം നമുക്ക് ദീർഘവീക്ഷണില്ല. 2 വണ്ടികൾ കഷ്ടിച്ച് നടന്നു പോകുന്ന രൂപത്തിലാണ് റെയിൽവേ ഓവർബ്രിഡ്ജുകൾ നിർമ്മിക്കുന്നത്. അതേസമയത്ത് തമിഴ്നാട്ടിലെ ഓവർബ്രിഡ്ജുകളെല്ലാം 4 വരി 6 വരി ഓവർബ്രിഡ്ജുകളാണ് ഉള്ളത്. നമ്മൾ തീരെ ചിന്തിക്കുന്നില്ല. അവിടെ ഗതാഗതം കൂട്ടുക ചെയ്തത്. ഇത്തരം പ്രായോഗികമായിട്ടുള്ള വേണ്ട നിർദ്ദേശങ്ങളില്ലാത്ത ഈ കാര്യങ്ങൾ ഒരു മാറ്റം വരുത്തിയില്ലെങ്കിൽ നമ്മൾ ഇനി എന്ന് പഠിക്കാന്നറിയില്ല. നമ്മൾ വേറെ വിദേശത്തൊന്നും പോണ്ട ഈ കാര്യങ്ങൾ പഠിക്കാൻ. നമ്മൾ വെറുതെ നമ്മുടെ തൊട്ട കോയമ്പത്തൂർ പോയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും എത്ര മനോഹരമായിട്ടാണ് ഈ ട്രാഫിക് ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കുന്നത് എന്നുള്ളത്. ഇതിനൊരു പാഠം ഉൾക്കൊണ്ട് നമുക്ക് ഈ സർക്കാർ വലിയ പ്രതീക്ഷ കാര്യത്തിലുണ്ട്. അദ്ദേഹം ചുമതലയേറ്റെടുത്ത് ഇത്തരം കാര്യങ്ങളിൽ ബന്ധപ്പെട്ട സംഘടനകളായിട്ടും ജനപ്രതിനിധികളായിട്ടും എല്ലാം ചർച്ച ചെയ്തിട്ട് കാര്യങ്ങൾ വളരെ ഗൗരവത്തിൽ എയർപോർട്ടിന്റെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും അതിനൊരു പിന്തുണ കൊടുക്കാൻ വേണ്ടി കക്ഷിരാഷ്ട്രീയ അതീതമായിട്ട് ഒറ്റക്കെട്ടായെടുത്ത് ഇവിടുത്തെ ജനപ്രതിനിധികൾ ഒറ്റക്കെട്ടായി കേന്ദ്രത്തിൽ കിട്ടുന്ന ഒരുപാട് ഫണ്ടുകളുണ്ട്, റോഡ് ഫണ്ടുകളുണ്ട്, ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. ഇതുവരെ ബംഗാളായിരുന്നു കേന്ദ്രത്തിന്റെ വിഹിതം ലേപ്സാക്കിന് മുൻപന്തിയില്. ഇപ്പൊ കേരളമാണ് ഏറ്റവും മുൻപന്തിയില്. റെയിൽവേയുടെ കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് ഫണ്ടുകൾ എത്തി നമുക്ക് ലേപ്സാക്കി ഉണ്ടായത്. അത് ഇനി പൊതുഗതാഗതം കൂടുതൽ വർദ്ധിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ടൂറിസത്തെ വളരെ പ്രതികൂലമായി ബാധിക്കും. ഈ ഗതാഗതക്കുരുക്ക് മൂലം പല ടൂറിസ്റ്റുകളും ഇങ്ങോട്ട് വരാൻ കഴിയാത്തൊരവസ്ഥയുള്ളത്. വിദേശങ്ങളിലെല്ലാം മുന്നറിയിപ്പ് ടൂറിസ്റ്റ് കൊടുക്കുന്ന കേരളത്തിന്റെ റോഡ് യാത്ര സുരക്ഷമല്ല എന്ന അഡ്വൈസ് വിവരങ്ങളാണ് കൊടുക്കുന്നത്. ഈ കാര്യത്തിൽ ഇനി ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഒരുപാട് സാധ്യതകൾ കേരളത്തിലുണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ അത് സുപ്രധാനമായ ഒരു വിഷയമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഡ്രൈവർമാരുടെയൊക്കെ ഒരു നിലപാട്, പ്രത്യേകിച്ച് ബസ് ഡ്രൈവർമാര്, ഒപ്പം തന്നെ മറ്റു ഡ്രൈവർമാർ ഇപ്പം നിയമലംഘനം എന്നുള്ളത് നിയമങ്ങൾ ലംഘിക്കപ്പെടാനുള്ളതാണ് എന്ന തരത്തിലുള്ള നിലപാടിലേക്ക് മാറുന്നുണ്ട്. പലപ്പോഴും 2 വീലർ അപകടങ്ങളായാലും ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഈ പ്രായപൂർത്തിയാകാത്ത 16, 17 വയസ്സൊക്കെ ആയ കുട്ടികളുടെ ഇടയിലൊക്കെയാണ് അപകടങ്ങൾ സംഭവിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ജനങ്ങൾ ബോധവാന്മാരാവേണ്ടത് കൂടിയല്ലേ? രക്ഷിതാക്കളും ബോധവാന്മാരാണ്. മക്കൾക്ക് മോട്ടോർ സൈക്കിൾ എടുത്ത് കൊടുക്കുക. അവരെന്ത് ചെയ്യുന്നു നമ്മളതിനെ പറ്റി ചിന്തിക്കുന്നില്ല. മാത്രമല്ല നമ്മുടെ ഇവിടുത്തെ ഡ്രൈവർമാർ തന്നെയാണ് നമ്മൾ ഗൾഫിലെല്ലാം പോയി അവര് കർശനമായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. ഇവിടെ അടുത്തുകൂടെയാണ് എല്ലാവരും ഓവർടേക്ക് ചെയ്യുക. ഒരു സൈക്കിൾ യാത്രക്കാരന് ഇവിടെ സുരക്ഷിതമായി പോകാൻ പറ്റില്ല, കാൽനട യാത്രക്കാരന് സുരക്ഷിതമായി പോകാൻ കഴിയുന്നില്ല. ഇതിലെല്ലാവരും ഒരുപോലെ കുറ്റക്കാരാണ്. നമ്മൾ കുറ്റം പറയുന്നതിന് പകരം കുറെ കൂടി പോസിറ്റീവായിട്ട് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വാക്ക് ഒന്നുകൂടി ഉദ്ധരിക്കുക. പോസിറ്റീവ് നമ്മൾ ഈ മീറ്റിംഗ് കൂടി ഒരു വോട്ടിന് എതിർക്കരുത് എന്നാ പറഞ്ഞത് അന്നൊരു മീറ്റിംഗില്. നമ്മളിവിടെ തീരുമാനിക്കാണ്ട് നിങ്ങൾ എന്റെ സമരത്തിന് മുൻപത്തിൽ നിൽക്കരുത് എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. അത് തന്നെ സംഭവിച്ചു. അപ്പൊ ഈ കാര്യത്തില് വളരെയധികം യോജിപ്പോട് കൂടിയിട്ട് കക്ഷിരാഷ്ട്രീയ അതീതമായിട്ട് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ കേന്ദ്രത്തിലെ ഫണ്ടുകൾ, ഒരുപാട് ഫണ്ടുകൾ കേന്ദ്രത്തിൽ നമുക്ക് ലാപ്സാക്കുന്നുണ്ട്. ആരോഗ്യ മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും റെയിൽവേയുടെ വികസന കാര്യത്തിലായാലും വിമാനത്താവള വികസന കാര്യത്തിലായാലും ഒരുപാട് ഫണ്ടുകൾ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് കണ്ണൂർ വിമാനത്താവളം വരാൻ പോവാ, അനുബന്ധ റോഡുകളുടെ പണി എവിടെ എത്തിയിട്ടില്ല. ഇപ്പൊ തന്നെ ആ എയറോപ്ലേറ്റ് കൊണ്ടുപോകാൻ കഴിയാതെ സ്പോട്ടിലേക്ക് എത്തിയാൻ കഴിയാത്തൊരവസ്ഥയുള്ളത്. ഈ കാര്യത്തിലൊക്കെ ശക്തമായ ഇടപെടലും ഗവൺമെന്റ് കർശന നടപടിയും എടുത്തെങ്കിലും തന്നെ മാത്രമല്ല നമ്മൾ സമരങ്ങൾക്കൊക്കെ ഒരു വിരാമേണ്ട കാലമാണ്. ഒരു കൊല്ലത്തേക്ക് സമരങ്ങൾക്ക് ഒരു മോട്ടോറിയം പ്രഖ്യാപിച്ചാൽ കേരളം സ്വർഗമാക്കാൻ കഴിയും. ശ്രീലങ്കയിലൊക്കെ നമ്മളെക്കാൾ സാധ്യത ശ്രീലങ്കയിലൊക്കെ ടൂറിസം കൊണ്ട് അവർ പണം വാരുമ്പോൾ ഇവിടെ ഓരോ വിവാദങ്ങളുടെ മദ്യം നിരോധിച്ചു. അങ്ങനെ ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് വിവാദങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം. ഓരോ ദിവസവും പുതിയ വിവാദം വരും. അതോടുകൂടി പഴയ കാര്യങ്ങൾ എല്ലാവരും മറക്കുകയും ചെയ്യും. ദൃശ്യമാധ്യമങ്ങളും എല്ലാവരും മറക്കുകയും പുതിയ വിവാദത്തിന്റെ പിന്നാലെ പോകും. ഇവിടെ നമ്മൾ കണ്ടുവരുന്നത് ഒരുപക്ഷെ കാലാകാലങ്ങളെ ഇവിടെ നമ്മൾ കണ്ടുവരുന്നത് അനധികൃതമായ കയ്യേറ്റങ്ങൾ പോലും ഒഴിപ്പിക്കണമെങ്കിൽ സർക്കാരിന് കോടതിയിൽ പോകേണ്ട അവസ്ഥയാണുള്ളത്. ആ വിധത്തിൽ പോലുമാണ് പലയിടത്തും അനധികൃത കയറ്റി. ഇപ്പൊ കിഴക്കോട്ടയിലെ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെയും ഈ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ നമ്മൾ അന്വേഷിച്ചു പോകുമ്പോൾ ഇതൊക്കെ തന്നെയാണ് വിഷയം. അത് നമുക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ ഏറ്റവും ഉദാഹരണമാണ് MG റോഡ് നമുക്ക് ഭൂമി ഏറ്റെടുക്കാൻ കഴിഞ്ഞു.
ഏറ്റവും തിരക്കേറിയ എറണാകുളം മാർക്കറ്റിലെ കേന്ദ്രത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ എറണാകുളത്ത് MG റോഡിൽ മെട്രോയിന് ഭൂമി എടുക്കാൻ കഴിഞ്ഞു. അതേ സമയത്ത് ഇവിടെ കല്ലുവെട്ട് കുഴിയായ കരിപ്പൂർ ഒരു ഇഞ്ച് ഭൂമി ഇക്കണ്ട കാലമായിട്ട് എടുക്കാൻ ഒരു സർക്കാരും കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ UDF സർക്കാരും കഴിഞ്ഞിട്ടില്ല, LDF സർക്കാരും കഴിഞ്ഞിട്ടില്ല. ആ വിമാനം തന്നെ നമുക്ക് നഷ്ടപ്പെടാൻ പോവാം. ഇനി ആകാശത്ത് കൂടെ പോകേണ്ട കയ്യിലേക്ക്. അതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ ഞാൻ പേര് പറഞ്ഞ ഹെലികോപ്റ്റർ വാങ്ങിയത്. കേരളത്തില് ഈ സ്ഥാപനം സന്ദർശിക്കണമെങ്കിൽ അവർ സ്ഥാപനത്തിൽ വരണമെങ്കിൽ റോഡ് മാർഗം വരാൻ പറ്റുന്നതുകൊണ്ടാണ് ഇവിടുത്തെ പല വസ്ത്രവ്യാപാരം സ്വർണ്ണവാഹനം സ്വന്തമായിട്ട് ഹെലികോപ്റ്റർ വാങ്ങിയതിന്റെ അത് അവരെ കുറേ കൊണ്ട് ദീർഘവർഷങ്ങളോട് പെരുമാറിയുണ്ടാണ്. ഇവിടെ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. എത്രയോ ഹിന്ദി സിനിമകൾ ഷൂട്ട് ചെയ്യാനുണ്ട്. ഇവിടെ ഗതാഗത സൗകര്യം ഇല്ലാതെ ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന കാര്യം വളരെ വസ്തുത. പിന്നെ സൈക്കിളൊക്കെ ഉപയോഗിക്കുന്ന ഒരു കുറച്ചിലായിട്ട് നമ്മൾ കണ്ടു. സ്റ്റേറ്റ് സിമ്പിളായിട്ട് ഓരോ വ്യക്തിയോടെ ഇന്നോവക്കാർ പോകുന്ന ഒരവസ്ഥയുള്ളത്. ഇതിനൊക്കെ പൊതുഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തണം, ജനങ്ങളെ ബോധവൽക്കരിക്കണം, ജനങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം വരണം. കുറച്ചൊക്കെ നമ്മൾ സഹിക്കാൻ ത്യാഗ സൈറ്റുകൾ മാത്രമേ നമുക്ക് വികസിക്കാവുള്ളൂ. ആ കാര്യത്തിൽ കുറെ ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കണം. അതിൽ ഒരു പരിധി വരെ ഈ സർക്കാരിൽ നിന്ന് വലിയ പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട്. അത് സർക്കാർ നിറവേറ്റുമെന്ന ഉത്തമ വിശ്വാസത്തിലാണ് ഞാൻ ഉള്ളത്. ഇവിടുത്തെ ജനങ്ങളെല്ലാവരും ഇത് ആഗ്രഹിക്കുന്നത്. ഈ 2 വീലറിന്റെ കാര്യത്തൊക്കെ രക്ഷിതാക്കളുടെ ഭാഗത്ത് കുറ്റകരമായ അനാസ്ഥ കാര്യത്തിലുണ്ട്. ചെറിയ കുട്ടികൾക്ക് പോലും യാതൊരു നില കൊടുക്കേണ്ട ഈച്ചതാവുന്നവരോ ചാവുന്ന സ്ഥിതിയാണുള്ളത്. ഇവിടൊക്കെ ഒരു വാഹനം വിളിച്ചാൽ വരാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ന് കേരളത്തിലുള്ളത്. വളരെ നന്ദി ശ്രീ ചാക്കുണ്ണി അവസരത്തിൽ നമ്മോട് സംസാരിച്ചതിന്. ഏതായാലും വലിയൊരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നൊരാവശ്യം തന്നെയാണ് പൊതുവിൽ ഉയരുന്നത്. പ്രത്യേകിച്ച് അടിയന്തരമായി പരിഹരിക്കാൻ വളരെ പ്രയാസമുള്ള ഒരു വിഷയം തന്നെയാണ് ഈ യാത്രാക്കുറുക്കായാലും നിയമലംഘനങ്ങളായാലും ഒപ്പം തന്നെ ഡ്രൈവർമാരുടെ മോശം ഡ്രൈവിംഗ് അടക്കമുള്ള കാര്യങ്ങൾ, റാഷ് ഡ്രൈവിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജീവൻ കവരുന്നത് കേരളത്തിലാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. പക്ഷേ നേരത്തെ മുൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ തന്നെ ഈ വിഷയത്തിൽ വലിയ ഇടപെടൽ നടത്തുമെന്ന് ഉറപ്പൊക്കെ നൽകിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലും സജീവമായ ചർച്ചകൾ നടന്നിരുന്നു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലൊക്കെ. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇതിലൊരു ഇടപെടൽ ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്.